അവനിതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോഴേ ഈ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ മനസ്സിൽ വിശ്വാസമില്ലാത്തവര്, ആത്മാവിൽ ആ കർത്താവിനെ ഏറ്റുപറയാത്തവരെ എല്ലാവരെയും ന്യായം വിധിപ്പാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യമായിരിക്കുന്ന രക്ഷ ഈ ഭവനം സൗജന്യമായിട്ട് നൽകി കൊടുപ്പാനും കോടാനുകോടി ദൂതന്മാരുടെ ആർപ്പോടും മഹാകാഹളത്തോടും കൂടെ ഇതാ ഭൂലോകം വിറയ്ക്കുമാറ് യേശുക്രിസ്തു വാനമേഘത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാം. ഇതാ കുന്നുകളെ നിങ്ങൾ അന്ന് വിറയ്ക്കും, കുന്നുകളെ നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അന്ന് വിറച്ചു പോകും. ഇതാ മഹാരാജാവിന്റെ കോപം വരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അനേക ഉന്നതന്മാർ അവരുടെ എന്താണ് ആരാധനാ വിഷയങ്ങളെ നരച്ചീറുകൾക്കും പന്നികൾക്കും എറിഞ്ഞു കളയുന്ന ആ കുഞ്ഞാടിന്റെ കോപത്തിന് മുമ്പിൽ നിൽപ്പാൻ കഴിയാത്തവണ്ണം ഭയങ്കരമായിരിക്കും നാൾ വന്നിരിക്കാല്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര പാപം ചെയ്താലും നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് നിന്റെ അനന്തമായിരിക്കുന്ന പാപത്തിന്റെ ചുമടുകൾ സമ്പൂർണ്ണമായിട്ട് മായ്ച്ചു കളഞ്ഞ് നിന്നെ വിശുദ്ധനും ദൈവത്തിന്റെ മക്കളും ദൈവഭവനത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന ഈ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ അവനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഇന്നെന്ന് പറയുന്ന ദിവസം മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. അതെ, ഇന്നാകുന്നു സുപ്രസാദ കാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷകനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവന്റെ രക്ഷയെ കൈക്കൊണ്ട് അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ദൈവത്തിന്റെ മക്കളെന്ന് അവൻ പദവി തരും. മക്കൾക്കുള്ളത് അത്രേ സ്വർഗീയ ഭവനം.